നമസ്കാരം. വിഴിഞ്ഞം തുറമുഖത്തെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി കൈമാറ്റം വലിയ ആയുധമാക്കി മാറ്റി മുഖ്യമന്ത്രി വി.ഡി. സതീശനെ പ്രതിക്കൂട്ടിലാക്കാൻ ഇറങ്ങിത്തിരിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ തിരിച്ചടി കിട്ടി. സതീശൻ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ CPM തൊടുത്തുവിട്ട വിഴിഞ്ഞം വിവാദം ഇപ്പോൾ തിരിഞ്ഞുകൊത്തി പാർട്ടിക്കുള്ളിലെ ഉൾപോരും ഭിന്നതയും പരസ്യമാക്കുന്ന രീതിയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായ ശേഷം പിണറായി വിജയൻ ആദ്യമായി ഏറ്റെടുത്ത ഒരു രാഷ്ട്രീയ വിഷയത്തിന് പാർട്ടി സെക്രട്ടറി M.V. ഗോവിന്ദൻ ഉറച്ച പിന്തുണ നൽകി വരുമ്പോഴാണ് പാർട്ടിയുടെ മുതിർന്ന നേതാവായ E.P. ജയരാജൻ തന്നെ ഈ ഒരു ആരോപണങ്ങളെ പൂർണ്ണമായും അസാധുവാക്കിക്കൊണ്ട് രംഗത്തെത്തുന്നത്. അദാനി ഗ്രൂപ്പ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് 49% ഓഹരി കൈമാറാൻ തീരുമാനിച്ചതിൽ വലിയ ദുരൂഹതയുണ്ടെന്നായിരുന്നു പിണറായി വിജയന്റെ വാദം. എന്നാൽ അദാനിയുടെ വിശദീകരണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയ E.P. ജയരാജൻ ഈ വിഷയത്തിൽ താൻ പിണറായിയുടെ ലൈനിനൊപ്പം ഇല്ലെന്ന് പരസ്യമാക്കി. വിവാദം തികച്ചും അനാവശ്യമാണെന്നും ഇത്തരം കുപ്രചാരണങ്ങൾ വികസന പദ്ധതികളെ തകിടം മറിക്കുമെന്നും EP തുറന്നടിച്ചതോടെ AKG സെന്റർ ആകെ മൊത്തം വീട്ടിലായി. കഥ അവിടെയും തീരുന്നില്ല. വിഴിഞ്ഞം MD സ്ഥാനത്ത് നിന്ന് ദിവ്യ S. അയ്യരെ മാറ്റിയത് അദാനി ഗ്രൂപ്പിനെ സഹായിക്കാനാണെന്ന അതീവ ഗുരുതരമായ ആരോപണം തൊടുത്തുവിട്ടത് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ആണ്. M.V. ഗോവിന്ദനും ഈ ആരോപണം ഏറ്റുപിടിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KK ശൈലജയും PK ശ്രീമതിയും ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ ഈ പൊള്ളയായ നിലപാടിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞു. ആവിലുമില്ല ദുനിയാവിലുമില്ല എന്നുള്ള രീതിയിൽ തെളിവില്ലാതെ സംസാരിക്കരുതെന്നായിരുന്നു PK ശ്രീമതി രാഗേഷിന്റെ മുഖത്തടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയത്. പറയുന്ന കാര്യത്തിൽ വ്യക്തത വേണമെന്നും വിഴിഞ്ഞം വിഷയത്തിൽ E.P. ജയരാജന്റെ അതേ നിലപാട് തന്നെയാണ് തനിക്കെന്നും ശ്രീമതി വ്യക്തമാക്കി. ദിവ്യയുടെ സ്ഥാനമാറ്റം വിവാദമാക്കേണ്ടതില്ലെന്നും സർക്കാരുകൾ മാറി വരുമ്പോൾ ഉദ്യോഗസ്ഥരെ മാറ്റുന്നത് തികച്ചും സാധാരണ സംഭവമാണെന്നും KK ശൈലജയും തുറന്നടിച്ചു. ഫലത്തിൽ കണ്ണൂർ CPM ഈ വിഷയത്തിൽ ഇപ്പോൾ രണ്ട് ചേരിയിലാണെന്നാണ് വ്യക്തമായിരിക്കുന്നത്. പാർട്ടി നേതൃത്വം ഔദ്യോഗികമായി എടുത്ത ഒരു നിലപാടിനെ മുതിർന്ന നേതാക്കൾ തന്നെ പരസ്യമായി തള്ളിക്കൊണ്ട് രംഗത്തെത്തുന്നത് CPM-ൽ അത്യപൂർവമായ കാഴ്ചയാണ്. ഇതിനിടയിലാണ് TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും തെറ്റുതിരുത്തിയാൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞ M.V. ഗോവിന്ദന്റെ സ്വന്തം പ്രസ്താവന വിഴുങ്ങി അത് പിൻവലിക്കേണ്ടി വന്ന നാണംകെട്ട അവസ്ഥയും നമ്മൾ കണ്ടത്. പ്രത്യക്ഷത്തിൽ KK രാഗേഷിനെതിരെയാണ് ഈ ഒരു വിമർശനങ്ങളെങ്കിലും ഇത് ഫലത്തിൽ പിണറായി വിജയനെയും M.V. ഗോവിന്ദനെയും കൂടി ലക്ഷ്യമിട്ടുള്ള വലിയൊരു നീക്കമാണെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. മുതിർന്ന നേതാക്കൾ പലരെയും മറികടന്നാണ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായിയുടെ ഓഫീസിലെ ചുമതലക്കാരനായിരുന്ന KK രാഗേഷ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നത്. അതുകൊണ്ട് തന്നെ രാഗേഷിനെ ചാരി പിണറായിയെയും ഗോവിന്ദനെയും നേരിട്ട് തള്ളിപ്പറയാൻ ധൈര്യപ്പെടാത്ത ഒരു സംഘടിത നീക്കം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. P. ജയരാജന്റെ പുതിയ പുസ്തകത്തെ മുൻനിർത്തി അണികൾക്കിടയിൽ വലിയ ചർച്ചകൾ നടക്കുന്നതും ഇതിന്റെ ഭാഗമായിട്ടാണെന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. കൂടാതെ വിഴിഞ്ഞം വിഷയത്തിൽ CPM ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി പാർട്ടി മുഖപത്രത്തിൽ തന്നെ റിപ്പോർട്ട് വന്നത് ഇവരെ കൂടുതൽ നാണം കെടുത്തി. പാർട്ടി പത്രത്തിൽ അങ്ങനെയൊന്നും വരാൻ പാടില്ലായിരുന്നുവെന്നും വലിയ ജാഗ്രത കുറവുണ്ടായെന്നും സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാഷിന് പരസ്യമായി സമ്മതിക്കേണ്ടി വന്നു. പാർട്ടി പത്രത്തെ തള്ളി ഗോവിന്ദൻ മാഷ് ഇപ്പോൾ തനിക്കെതിരെ ഭിന്നാഭിപ്രായം പറഞ്ഞ E.P. ജയരാജൻ, ശൈലജ ടീച്ചർ, PK ശ്രീമതി എന്നിവർക്കെതിരെയും ഇതേ നിലപാട് സ്വീകരിക്കാൻ ധൈര്യപ്പെടുമോ എന്നാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ചുരുക്കത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ മംഗലാപുരം സന്ദർശനവുമായി ബന്ധപ്പെടുത്തി വിഴിഞ്ഞം വിഷയം വലിയ പ്രചാരണായുധമാക്കാൻ നോക്കിയ പിണറായിക്കും സംഘത്തിനും സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ KK രാഗേഷിനെതിരെ കണ്ണൂരിലെ പാർട്ടിക്കുള്ളിൽ തന്നെ രൂക്ഷമായ അമർഷമുണ്ട്. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും കനത്ത തോൽവിക്ക് ഉത്തരവാദിത്വം രാഗേഷ് ആണെന്നാണ് അണികളുടെ വിമർശനം. തളിപ്പറമ്പിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച് പിണറായിയുടെ മൗനസമ്മതത്തോടെ ഗോവിന്ദൻ മാഷ് അത് നടപ്പിലാക്കുകയായിരുന്നു. വിയോജിപ്പുകൾ ഉയർന്നപ്പോൾ അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് ഒടുവിൽ രാഗേഷിന്റെ ഒറ്റ പേര് മാത്രം നൽകി കാര്യങ്ങൾ അട്ടിമറിച്ചതിലുള്ള കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ പൊട്ടിത്തെറിയിലേക്ക് നയിച്ചിരിക്കുന്നത്. നാളെ മുതൽ 3 ദിവസം കേരളത്തിലെ കനത്ത തോൽവിയെക്കുറിച്ചും വരുത്തേണ്ട തിരുത്തലുകളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുകയാണ് CPM. ഓഗസ്റ്റിൽ വിശാലമായ സംസ്ഥാന കമ്മിറ്റിയും ചേരാനിരിക്കെ ഈ മീറ്റിംഗുകൾക്ക് മുന്നോടിയായി പിണറായിക്കും ഗോവിന്ദനുമെതിരെ കടുത്ത വിമർശനങ്ങളുടെ കളമൊരുക്കൽ കൂടിയായി ഇതെല്ലാം വ്യാഖ്യാനിക്കപ്പെടുന്നു. വി.ഡി. സതീശനെ തകർക്കാൻ നോക്കി ഒടുവിൽ സ്വന്തം പാർട്ടിയിലെ തമ്മിലടി കാരണം AKG സെന്റർ പുകയുന്ന ഈ ഒരു കാഴ്ച തികച്ചും പരിഹാസ്യമാണ്. ഇനി നേതാക്കൾ പിണറായിയെ തള്ളിപ്പറയുന്ന കാലവും വിദൂരമല്ലെന്ന് തോന്നുന്നു.